അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാലച്ചീരയാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പരിപ്പ് വേവിക്കുക. പരിപ്പിൽ കുറച്ച് എണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. അതിന് ശേഷം നമുക്ക് പാലക്ക എടുക്കാം. പാലക്കിൽ ധാരാളം പ്രോട്ടീനും അയണും വൈറ്റമിൻ സി, എ, K1 ഇതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില എടുക്കാം. തക്കാളിയും ഒരെണ്ണം എടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് പാലക്കിൻ്റെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ജീരകം ഇടുക, വെളുത്തുള്ളി ഇഞ്ചി ഇടുക, ഉള്ളി ഇടുക, നന്നായിട്ട് വഴറ്റുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം തക്കാളി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കഴുകി വെച്ച പാലക്കിൻ്റെ ചീര ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് നേരം കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് നെയ്യ്, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് ഈ താളിച്ചത് നമ്മളുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇടാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി.